പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30. ഇതൊക്കെ കാണിച്ചു കൂട്ടുമ്പോ നിങ്ങൾക്കെങ്കിലും ഒന്ന് പറയാറുന്നില്ലേ വിവേക്? നന്ദിനി, പ്രസന്റ് വാങ്ങുമ്പോൾ ഞങ്ങൾ സൂര്യയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യ. പക്ഷേ ഇവിടെ ഇങ്ങനൊരു ഫംഗ്ഷൻ നടക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇവിടെ ഇങ്ങനൊരു ഫംഗ്ഷൻ നടക്കുന്നതുകൊണ്ട് മാത്രം എന്റെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് സാർ തീരുമാനിച്ചത്. സ്വന്തം അമ്മയ്ക്ക് കിട്ടുന്ന ആദരവ് അലങ്കോലമാക്കാൻ. സോറി നന്ദിനി, ഇതറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ഇതിന് സമ്മതിക്കില്ലായിരുന്നു, കൂടെ വരില്ലായിരുന്നു. ഒരിക്കൽ കൂടി സാർ ജയിച്ചു. പറയുമ്പോ എന്താ, ഭാര്യയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു, ഭാര്യയ്ക്ക് കിരീടം വെച്ചു, ഭാര്യ സിംഹാസനത്തിലിരുത്തി. കേമനല്ലേ? സാറിനോട് ആരും ചോദിക്കില്ല. ചോദിച്ച് സാറിന് ദേഷ്യപ്പെടാൻ അറിയാം. പക്ഷെ ഒരു ദേഷ്യവും വരാൻ പാടില്ലാത്ത ഒരുത്തി ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെ ബാക്കിയുള്ളവരുടെ മുൻപിൽ ചെന്ന എനിക്ക് എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയോ? ഈ ദേഷ്യത്തിന് എന്നെ എന്തെങ്കിലും ചെയ്ത് കൊന്നാലോ? എന്റെ കുടുംബത്തിനോട് സാറ് മറുപടി പറയോ? നിങ്ങൾ മറുപടി പറയോ? നന്ദിനി, വിവേകെ, നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, എന്റെ ഗതികേട് പറയുന്നതാ. ആ ഫംഗ്ഷൻ ഇവിടെ നടക്കുമ്പോ എത് സാർ വന്നെന്നെ വിളിച്ചതാ. എന്നിട്ട് അവിടെ വന്ന് നിൽക്കാൻ പോലും ഞാൻ തയ്യാറായില്ല. ഇനി ഞാൻ കാരണം പത്മ മാഡത്തിനൊരു നാണക്കേട് ഉണ്ടാവരുതല്ലോ എന്ന് കരുതിയിട്ടാ. അതെല്ലാം ഇല്ലാതാക്കിയില്ലേ? അവരാരും ആയിക്കോട്ടെ, എങ്ങനെയുള്ള സ്വഭാവം ആയിക്കോട്ടെ, ഇത്ര വലിയ ഫംഗ്ഷനിൽ നിൽക്കുന്ന ഒരാളുടെ മനസ്സ് നമുക്കറിയില്ലേ? എത്ര നാണം കെട്ടിട്ടുണ്ടാവും അവര്. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയി, മറ്റൊന്നുമല്ലല്ലോ. ഏട്ടൻ നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതും അവകാശമുള്ള കാര്യം തന്നെയല്ലേ? എന്ത് അവകാശം? എന്റെ കാര്യത്തിൽ സാറിന് എന്ത് അവകാശം ഉള്ളത്? ഞാൻ ജനിച്ചതേ തെറ്റാ, പിന്നല്ലേ ജനിച്ച ദിവസം ആഘോഷിക്കുന്നത്. നന്ദിനി മുറിയിലേക്ക് ചെല്ല്. ഞാൻ പോകുന്നില്ല, എനിക്ക് ആരുടെ മുഖത്ത് നോക്കാൻ വയ്യ. എന്നിട്ട് വിളിച്ചു പറഞ്ഞത് കേട്ടില്ലേ, ഈ കുടുംബത്തിന്റെ രാജകുമാരി. അമ്മയ്ക്കും മോനും തമ്മിൽ തല്ലാൻ വേണ്ടി അതിനിടയിൽ ഒരുത്തി. രാജകുമാരി പോലും. നിങ്ങൾ പോയിക്കോ, നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? നീ റൂമിലേക്ക് പോ, അല്ലാതെ ഞങ്ങൾ എന്ത് സമാധാനത്തിലാ പോകുന്നേ? ഓ, ഞാൻ റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാ നിങ്ങക്ക് സമാധാനായല്ലോ, പിന്നെ എനിക്കൊരു കുഴപ്പമില്ലല്ലോ. ഒന്ന് പോയി ആരതി. ഒന്ന് പറയ് വിവേക്, പ്ലീസ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എതി സാറിനോട് പറഞ്ഞ് പരിഹരിച്ചാ മതി. നന്ദിനി നേരിട്ടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. ഞാൻ നേരിട്ട് സംസാരിക്കാൻ ചെന്നാ തന്നെ ആര് നിന്ന് തരാനാ? ഇവിടെ സ്റ്റോർ റൂമിന്റെ മൂലയില വീടടിക്കുന്ന ചൂലിരിക്കുന്ന. അവരെ സംബന്ധിച്ചിടത്തോളം അതുപോലൊരെണ്ണ ഞാനും. അടുക്കളയിലും സ്റ്റോർ റൂമിലൊക്കെ കുത്തിച്ചാരി വച്ചിരിക്കുന്ന വെറും ഒരു ചൂല്. ഒരു ദിവസം ഒരിത്തിരി നേരം ഉറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പാവം, അവൾ പറഞ്ഞത് മുഴുവൻ കാര്യവാ. ഏട്ടൻ കാണിച്ചത് വല്ലാത്തൊരു പണിയായിപ്പോയി. പത്മ മേഡത്തിന് അടി കൊടുക്കാൻ ഒരു അവസരം കിട്ടിയാൽ അവൻ വെറുതെ ഇരിക്കുമോ? സാധാരണ എന്തെങ്കിലും ഫംഗ്ഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് നടക്കുമ്പോ മനസ്സൊന്ന് ഫ്രീ ആവാറുള്ളതാ. ഇതിപ്പോ മനസ്സിൽ കരിങ്കല് കയറ്റി വെച്ച മാതിരിയാ. വായിങ്ങോട്ട്. എന്തിനാണ് എന്റെ മുമ്പിലേക്ക് വന്നത്? കടന്നു പോ. മമ്മി എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? എനിക്കിതൊന്നും അറിയില്ലായിരുന്നല്ലോ. ചേട്ടൻ കാണിച്ചത് എന്തായാലും മോശമായി പോയി. നീ വന്നതും സംസാരിക്കുന്നതൊക്കെ ഞാൻ വിശ്വസിക്കണം അല്ലേ? എടി, എനിക്കറിയാം നീയും നിന്റെ ചേച്ചിയും ഡാഡിയും ഒക്കെ ചേർന്ന് കരുതിക്കുട്ടി തന്നെയാ ഇതൊക്കെ പ്ലാൻ ചെയ്തത്. മമ്മി, സത്യമായിട്ടും എനിക്കിതിൽ ഒരു പങ്കുമില്ല. പിന്നെ എങ്ങനെയാ?
അവൻ അവളുടെ പിറന്നാൾ ആഘോഷിക്കാൻ ക്ഷണിച്ചപ്പോ നീയൊക്കെ അങ്ങോട്ട് സ്റ്റേജിലേക്ക് കയറി കൈയടിച്ച് കൂടെ നിന്നത്? അത് പിന്നെ ആ സിറ്റുവേഷനിൽ എല്ലാരും നിർബന്ധിച്ചപ്പോ മമ്മിയുടെ ക്ലബ്ബുകാരും അതിന് കൂടെ നിന്നില്ലേ? ശരിയാ, അവര് കൂടെ നിന്നു. വൈ? ബിക്കോസ് അവൻ എനിക്ക് ബഹുമാനം തരുന്നുണ്ട്. അതിന്റെ പേരിൽ മാത്രമാണ്. ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, എന്റെ എതിർപ്പ് അവിടെ കാണിച്ചിരുന്നെങ്കിൽ അവര് കൂട്ടത്തോടെ ഇവിടുന്ന് തിരിച്ചിറങ്ങി പോവായിരുന്നു. ഇപ്പോഴും അവൻ കരുതുന്നത് അവന്റെ വലുപ്പത്തിലാ ഇതൊക്കെ നടന്നേന്ന്. അല്ല, പത്മയുടെ ക്ഷമ കൊണ്ടാ. അത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് സ്വന്തം മകനെ തള്ളി പറയില്ലെന്ന് ഞാൻ തീരുമാനിച്ചത് കൊണ്ടാ. ഞാൻ അവാർഡ് ഏറ്റുവാങ്ങിയതിന്റെ പേരിൽ എന്നെ കുറിച്ച് നല്ല വാക്കുകൾ മാത്രം പറഞ്ഞിരുന്ന ഒരു വേദി, അതിൽ ഒറ്റ നിമിഷം കൊണ്ട് അവൾ എന്റെ സ്ഥാനത്ത് കയറിയിരുന്നു. അവൾ അവിടെ നിന്ന് കിരീടം ചാർത്തി ഈ വീടിന്റെ രാജകുമാരി എന്നുള്ള പട്ടം സ്വീകരിച്ചു. ഈ ജന്മം മുഴുവൻ തീർന്നാലും അവളോടുള്ള എന്റെ പക മാറില്ല. മമ്മി, നന്ദിനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു എന്നാ തോന്നുന്നേ. നീ എന്തിനാടി അവളെ ന്യായീകരിക്കുന്നേ? അവക്ക് ഇതൊന്നും അറിയില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചുടിച്ചോറ് വാരിക്കുന്നത് പോലെ അവള് സൂര്യ കൊണ്ട് ഓരോന്നും ചെയ്യിക്കുന്നതാണ്. കുപ്പത്തൊട്ടിന്ന് വന്നവള് അവളുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് തീർക്ക. എടി, അവളുടെ ജീവിതത്തിൽ ഇതുപോലൊരു ബർത്ത്ഡേ അവൾ ആഘോഷിച്ചിട്ടുണ്ടോ? മമ്മി പറയുന്നതിലും കുറച്ച് കാര്യമൊക്കെ ഉണ്ട്. ആ പക്ഷേ ഏട്ടൻ ഇങ്ങനെ നിൽക്കുമ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മമ്മി. മമ്മി എങ്ങനെയെങ്കിലും ഏട്ടനെ വശത്താക്കാൻ നോക്ക്. അതിന് ഞാൻ അവന്റെ കാല് പിടിക്കണം, കാൽക്കൽ വീണ് കരയണം അല്ലേ? മക്കൾക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും ഞാൻ തയ്യാറാണ്. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് മക്കൾ എന്നെ ഒറ്റിക്കൊടുക്കുന്നതെങ്കിൽ അതുപോലെ പ്രതികരിക്കാനും എനിക്കറിയാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലുറപ്പിച്ചോ, നിങ്ങളുടെ ആങ്ങള അവളെ എങ്ങനെ സംരക്ഷിക്കാൻ തീരുമാനിച്ചാലും അവൾ ഈ വീടിന്റെ പുറത്തായിരിക്കും. ഒരുപക്ഷെ അവളുടെ കുടുംബം പോലും ഒരിക്കലും ആരും കാണാത്ത സ്ഥലത്ത് പോയിന്ന് വരും. കൊല്ലുന്നാണോ മമ്മി ഉദ്ദേശിക്കുന്നത്? എനിക്ക് കൊല്ലണമെന്ന് തോന്നിയാ കൊല്ലും. അതിലാർക്കും സംശയം വേണ്ട. മമ്മി, ഞാൻ ആകെ നിയന്ത്രണം നഷ്ടപ്പെട്ട് നിൽക്കാം. ഇനി നീ ഇവിടെ നിന്ന് ഞാൻ എങ്ങനെയാ പ്രതികരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പോവാൻ നോക്ക്. നിന്നോട് പോകാൻ പറഞ്ഞു.